ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു സർപ്രൈസാണെന്ന്. എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഖത്തർ ട്രിബ്യൂണാണ് ന്യൂസ് പേപ്പർ. ഇതിൽ നേഷനിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് കണ്ടില്ലേ, എൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഇത് ഏതാണ്ട് ഒരാഴ്ച മുന്നേ ഫോണിലൂടെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്താണ്. 2 ദിവസം കൊണ്ട് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞത്. 2 ദിവസം വെയിറ്റ് ചെയ്ത്, 3 ദിവസം വെയിറ്റ് ചെയ്ത്, 4 ദിവസമായിട്ട് കാണാത്തോ ഞാൻ ശരിക്കും അധികം അടുത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് തന്നെ ഈ സാധനം പബ്ലിഷായി. രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ വാട്സാപ്പിൽ ഇതിൻ്റെ ലിങ്കിലുണ്ടായിരുന്നു, എഡിറ്റർ അയച്ചെന്നാണ്. ഇത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് ആയ പേഷ്യൻസിൻ്റെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യണത്, ബാഗേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ മതി. പിന്നെ കംപ്ലീറ്റ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ഒരു നാഷണൽ ഡെയിലി ഇംഗ്ലീഷ് പേപ്പറിലൊക്കെ വരാൻ പറ്റിയത്, അതും ഒരു ടോപ്പിൽ തന്നെ വരാൻ പറ്റിയത് ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇത് മാത്രമല്ല, റേഡിയോ സിനിമയിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതിൻ്റെ ഓഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിലിടാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റിയൊരു വർഷമായിരുന്നു 2019-20. ഒരുപാട് ഗോൾസ്, ലൈഫ് ഗോൾസ്, അതായത് ബക്കറ്റ് ലിസ്റ്റ് പോലെ 30 വയസ്സാകും മുന്നേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ ഭൂരിഭാഗവും ചെയ്യാൻ പറ്റിയ വർഷമായിരുന്നു 2019-20. അപ്പോൾ ഇതിനായിട്ട് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി പറയണം. അവർ കാരണം തന്നെയാണ് എൻ്റെ കഴിഞ്ഞ വർഷം ഇത്രയും പ്രൊഡക്റ്റീവായത്. പിന്നെ ഏതാണ്ട് കഴിഞ്ഞ വർഷം ഇതേ ടൈം, അതായത് ജൂലൈ ഓഗസ്റ്റ് ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത, ഏറ്റവും കൂടുതൽ പഠിച്ച, എൻ്റെ കരിയർ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും വന്ന ഉപേക്ഷിക്കുന്നത്. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്തത് ആ ജോലി കഴിയുമ്പോഴാണ്. അത് പലപ്പോഴും പലരോടുള്ള വാശിപ്പോർക്ക് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പലതും നേടിയെടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോടും പറയാതെ നാട്ടിലെത്തി. പിന്നെ അങ്ങോട്ട് ഏതാണ്ട് എൻ്റെ കയ്യിൽ ഒന്നൊന്നര ആഴ്ച എൻ്റെ കയ്യിൽ സമയം ഉണ്ടായിരുന്നു മൊത്തം റെഡിയാവാൻ. യാത്രക്കായിട്ട് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ യാത്രയൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടായിരുന്നു പല കാര്യങ്ങൾ ചെയ്തിരുന്നത്. പിന്നെ യാത്രയുടെ അന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു ഞാൻ യാത്ര പോകുന്നത്. ഭയങ്കര പേടിയായിരുന്നു. എന്താ പറയാലോ, മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു. തലേന്നും അന്നും, അതായത് യാത്ര പോകുന്ന ആ ടൈം 12 മണിക്കായിരുന്നു ഞാൻ എന്താ പറയുക ബാഗ് ഓഫ് വെച്ചിരുന്നത്. ഞാൻ 12 മണിയായിട്ട് ഞാൻ റെഡി ആയിരുന്നില്ല. കാര്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഏതാണ്ട് ആ സമയമാണ് എൻ്റെ വണ്ടീനെ പണി കഴിയുന്നത്. കാരണം തലേന്നുണ്ടായ മഴയിൽ എൻ്റെ വണ്ടിയുടെ ചില പാർട്സിൽ വെള്ളം കയറിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അന്ന് രാവിലെ പോയിട്ട് മൊത്തം റെഡിയാക്കിയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെസ് അവിടെയുണ്ട്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി എൻ്റെ കൂടെയുള്ള ആൾക്കാർ എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ മുന്നേ എത്തിയപ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പോഴും ഞാൻ റെഡിയായിട്ട് പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. ക്യാൻസലാക്കിയാലോ അത്രയും പേടി. കാരണം ജീവനോട് തിരിച്ചു വരുമ്പോൾ പോലും എനിക്ക് ഉറപ്പില്ല. എന്നാലും ഇത് ഒഴിവാക്കിയാലോ എന്നൊരു മൈൻഡുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വന്നത്, ഇത് ഞാനിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ ഓപ്പർച്യൂണിറ്റി വേറെ വരുന്നത്. ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ചു, ഇത്രയും കാലം ഞാൻ റിസർച്ച് ചെയ്തു, ഇത്രയും കാലം ഞാൻ കാത്തിരുന്നൊരു ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് മറ്റു ലൈഫിൽ കിട്ടിയ ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഒഴിവാക്കിയിരുന്നു. ഒരുപാട്. ഇതിപ്പോൾ ഓർക്കുമ്പോൾ ചിരിയാണ്. ഏതായാലും യാത്ര തുടങ്ങി. വിചാരിച്ചതിനേക്കാൾ 2.5 മണിക്കൂർ വൈകിയാണെന്ന് പറയുന്നത്. എൻ്റെ കൂടെയുള്ള ടീം വഴിയിൽ ഏതോ ഒരു ആക്സിഡൻറ്റ് പെട്ട്, അവരല്ല, അവിടെ വഴിയിൽ ആക്സിഡൻറ്റ് ഉണ്ടായ കാരണം അവരും വൈകിപ്പോയി. പക്ഷെ എന്തായാലും അവരെന്നെ കടന്നു ഒരുപാട് ദൂരെ പോയി. ഒന്ന് 20-25 കിലോമീറ്റർ മുന്നോട്ട് പോയി. പക്ഷേ ഏതായാലും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു മംഗലാപുരമായിരുന്നു. ആ ഡെസ്റ്റിനേഷനിൽ ഞാൻ പറഞ്ഞു. ഏതായാലും അവിടെ വരെ എത്തും മുന്നേ അവരെന്നെ കോൺടാക്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെന്നെ വെയിറ്റ് ചെയ്തു. അവിടെ എത്തി. പിന്നെ അങ്ങോട്ട് ഒന്നിച്ചു പോയി. ഈ യാത്രയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. പലപ്പോഴും സർപ്രൈസുകളായിരുന്നു. മൊത്തം സർപ്രൈസ് നിറഞ്ഞൊരു യാത്രയായിരുന്നു.
സത്യം നമ്മളെ മനസ്സിൽ തോന്നിക്കും, പക്ഷെ നമുക്ക് കാത്തിരുന്നത് മറ്റൊന്നായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും എക്സൈറ്റ്മെൻറ്റ് കൂടുന്നത്. കർണാടകയിലെ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തു. ആ ടൈമിൽ ഞാൻ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്തൊരു കമ്മ്യൂണിറ്റി, നമ്മളെ സുഡൂസ് നദി. പണ്ട് ആഫ്രിക്കയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ഹെൽപ്പാണ് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ വെള്ളപ്പൊക്കം തകർന്ന ഗ്രാമത്തിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ഇവരുടെ ഗ്രാമമാണ്. എല്ലാം കഴിഞ്ഞ് പിന്നെ മുംബൈ എത്തിയപ്പോഴാണ് അടുത്തൊരു അനുഭവം. 7 മണിക്കൂർ കൊണ്ട് 35 കിലോമീറ്റർ, അതായത് 35 കിലോമീറ്റർ 7 മണിക്കൂർ ഉണ്ടായിരുന്നു. മുംബൈയിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് വട്ടം വഴി തെറ്റി അങ്ങനെ 3 പേരുള്ള ടീം 3 വഴിക്ക് തിരിഞ്ഞ് എങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ താജ് ഹോട്ടലിൻ്റെ മുന്നിലെത്തി. അവിടുന്ന് താജ് ഹോട്ടൽ കണ്ട് നല്ല മഴ ചില കൊടു മഴയത്താണ് നമ്മൾ നടത്തുന്നത്. നല്ല കണ്ട് ആ മഴയത്ത് നല്ല കണ്ട് ആസ്വദിച്ച് നമ്മൾ എന്ത് ചെയ്ത് ഒരു 4 മണിയാകുമ്പം അവിടുന്ന് അരമണിക്കൂറോടെ ടൈം സ്പെൻഡ് ചെയ്തുള്ളൂ. നമ്മൾ 4 മണിയാകുമ്പോൾ തിരിച്ചു വന്നു. താണ കഴിഞ്ഞിട്ട് നിർത്താനാണ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ താണ കഴിയാൻ വേണ്ടി എടുത്തത് 7.5 മണിക്കൂർ. 7 മണിക്കൂർ ജാസ്തി ഉണ്ടായത്. 35 കിലോമീറ്റർ 40 കിലോമീറ്റർ ഇടയിലാണ് വരുന്നത്. ഈ ടൈമിനിടയിൽ നമ്മൾ ഒരുപാട് വട്ടം വഴി തെറ്റി. പിന്നെ ഗൂഗിൾ മാപ്പിൽ പലപ്പോഴും നോക്കുമ്പോൾ ഇത് കാറുകൾ മാത്രം പോകുന്ന എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് കാണിക്കുന്നത്. ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ് എപ്പോഴും കാണിക്കുന്നത്. പിന്നെ മാപ്പിൽ നോക്കുമ്പോൾ മൊത്തം റെഡ് ലൈനാണ് കാണുന്നത്. കാരണം ട്രാഫിക്കാണ്, എല്ലായിടത്തും ട്രാഫിക്. നമ്മൾ എങ്ങനെയൊക്കെ പോകാൻ ശ്രമിച്ചാൽ ട്രാഫിക്കിൽ പെടുന്നത്. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം, ഒരു പാലത്തിനടിയിൽ ഒരു ട്രാഫിക്കിൽ പെട്ട് അവിടെ നമ്മുടെ ട്രാഫിക്കിന് ഏറ്റവും മുന്നിലെത്തി. അതായത് പാലത്തിനടിയിൽ ട്രാഫിക് പോലീസാണ് നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ നമ്മളെ നിർത്തി വെയിറ്റ് ചെയ്യിച്ച്, കാരണം മുന്നിൽ ഭയങ്കര ട്രാഫിക്കാണ്. നമ്മളും കൂടി പോയി കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ മൊത്തം ബ്ലോക്കാവും. ആ ടൈമിൽ നമ്മുടെ സൈഡിലുണ്ടായ വണ്ടി കുറേ നേരം ഹോണടിച്ച് അവസാനം സഹി കെട്ടി ആൾ മുന്നോട്ട് വണ്ടി എടുത്ത് ഇത് കണ്ട ട്രാഫിക് പോലീസുകാരനാണ് നിർത്തിക്കാൻ നോക്കി. പക്ഷേ ആൾ നിന്നില്ല. അയാൾ ട്രാഫിക് പോലീസുകാരനെ ഇടിക്കാൻ ശ്രമിച്ചു. അത് ശരിക്കും പേടിച്ചു, നമ്മൾ നന്നായി പേടിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. താണക്കുള്ള ഒരു ഹൈവേ, എക്സ്പ്രസ് ഹൈവേ, പോകുന്ന വഴിക്ക് ഒരുപാട് ടോളൊക്കെ ഉണ്ട്. ആ ഒരു ഹൈവേയിലെത്തി. അവിടെ വീണ്ടും ട്രാഫിക്. ഏതാണ്ട് 45 മിനിറ്റോളം ആ ട്രാഫിക് പെട്ട് അവിടെ തന്നെ ഞാൻ മഴയത്ത്, നല്ല മഴ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ നോൺ സ്റ്റോപ്പ്. അത് ഇടയ്ക്ക് കുറയും പിന്നെ കൂടും. ഇടയ്ക്ക് ഭയങ്കര കാറ്റും മഴയൊക്കെ ആവും. അങ്ങനെ ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് ഞാൻ അവിടെ കിടന്നുറങ്ങി. അപ്പോഴേക്കും ഒരു സമയം രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞത്. ഉറങ്ങിപ്പോയി. എൻ്റെ സൈഡിൽ മറ്റു 2 പേരുണ്ട്. നമുക്കെല്ലാം നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ മഴയത്താണ് ഞാൻ ഉറങ്ങിപ്പോയി നോക്കണം. സൈഡിലത്തെ വണ്ടിയിൽ ഇരിക്കുന്ന ആൾ പബ്ജി കളിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ടായത്, ഈ ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ മറ്റു വണ്ടികൾ നമ്മളെയും വന്ന് കുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ നോക്കുമ്പോൾ അവർ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. നമ്മൾ പിന്നെ നമ്മുടെ നാടല്ലല്ലോ, അങ്ങനെ മൈൻഡാക്കിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് റൂം കണ്ടുപിടിച്ചു. ആ റൂം യാത്രയിൽ ആദ്യത്തെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബാഡ് എക്സ്പീരിയൻസ് അല്ല, യാത്രയുടെ ഭാഗമാണ്. എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആണ്. 3500 ഓയൂർ കണ്ട റൂമിൽ നമുക്ക് കിട്ടി 4000 രൂപയ്ക്കാണ്. എങ്ങനെയൊക്കെ ബാർഗൈൻ ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ അവിടെയൊക്കെ താമസിച്ച് കയറി നോക്കുമ്പോൾ വളരെ ദുരന്തം പിടിച്ച റൂമാണ്. അവിടെ കയറി താമസിച്ച് പിറ്റേന്ന് നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നേരെ ഗുജറാത്തിലേക്ക് വിടുന്നു. അങ്ങനെ ലൈഫിൽ ആദ്യത്തെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും ഈ ഒരു യാത്രയിൽ. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അഹമ്മദാബാദ് വെച്ചിട്ട് ഗുജറാത്തിൽ ആദ്യത്തെ ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു ഇൻ്റർസെക്ഷൻ ആയിരുന്നു. എന്താ പറയുക, ഞാനവിടെ എത്തും വരെ, അത് ഇൻ്റർസെക്ഷനിൽ ഞാൻ എത്തും വരെ അവിടെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ധൈര്യത്തിൽ നിർത്തുന്നത്. പക്ഷേ എവിടുന്നാന്ന് അറിയില്ല, ഒരു ഓട്ടോ വന്ന് മുന്നിൽ ചാടി. ഇങ്ങനെയൊക്കെ ബ്രേക്ക് പിടിച്ച്, പക്ഷെ വണ്ടി സ്കിഡായി. മഴയുണ്ടായിരുന്നു, വണ്ടി സ്കിഡായി. പക്ഷെ പരിക്കൊന്നും പറ്റില്ല, കാര്യം നമ്മൾ ഫുൾ ഗിയറിലായിരുന്നു ഞാൻ. പക്ഷെ വണ്ടിക്ക് ചേർത്തായിട്ടൊരു ക്രാഷ് കാർഡ് ചെറുതായി കൂട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി. നമ്മുടെ 4ാമത്തെ ആൾ നമ്മൾ ജോയിൻ ചെയ്തു, മിസ്റ്റർ അർജുൻ. നമ്മളെല്ലാവരും കൂടിയിട്ട് വാഗാ ബോർഡറിൽ പോയി. അത് വാഗാ ബോർഡർ പരടെല്ലാം കണ്ട് നേരെ വിട്ട് പഞ്ചാബ്, ഡൽഹൌസി എന്ന് പറഞ്ഞു പഞ്ചാബിൽ. അവിടെ വെച്ചിട്ട് എനിക്ക് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. 10-12 ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നാടൊക്കെ താമസിച്ചത് അവിടുത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ്. അടിപൊളി സ്ഥലമാണ്, അടിപൊളി എന്താ പറയുക, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവിടെ വല്ലാത്തൊരു ഹോസ്പിറ്റാലിറ്റി ആണ്.
പിന്നെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മുടെ ഏറ്റവും ചാലഞ്ചിങ് ആയ ഒരു ഫേസിലേക്ക് എത്തും യാത്രയുടെ. ലോകത്തെ തന്നെ ഏറ്റവും അപകടം അറിയപ്പെടുന്ന സച്ച് പാസ്, നമ്മുടെ പാങ്ങി വാലിയിലെ ചരിത്ര പ്രസിദ്ധമായൊരു പഴയൊരു ഹിസ്റ്റോറിക്കൽ ട്രേഡ് റൂട്ടാണ്, ഹിമാലയൻ ട്രേഡ് റൂട്ട്. പാങ്ങി വാലിയിലാണ് ഇതുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു ലാൻഡ് സ്ലൈഡിൽ പെട്ടു, ഒരു മണ്ണിടിച്ചിൽ പെട്ടു. എൻ്റെ കൂടെ ഉണ്ടായ മറ്റ് 3 പേരും ഓൾറെഡി അവർ റൂമിലെത്തിയിരുന്നു. റൂമൊക്കെ ബുക്ക് ചെയ്ത് എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ആ ഭാഗത്ത് നെറ്റ്വർക്കും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ എവിടെ എത്തിയെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു ലാൻഡ് സ്ലൈഡിൽ പെട്ടു. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പേടിച്ചു പോയി. കാര്യം ഒന്ന് തെന്നിപ്പോയാൽ ഞാൻ നേരെ കൊക്കയിലേക്കാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് അത് 1/2 മണിക്കൂർ ഞാൻ അവിടെ ബൈക്കിൽ ഒറ്റക്കാല് നിലത്ത് കുത്തി ഒരു 1/2 മണിക്കൂറിന് മുകളിൽ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് ഒച്ച ഉണ്ടാക്കിയിട്ട് ആരോ വന്ന്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, അതുവരെ നല്ല മഴയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു മഴയായി. ആരെയൊക്കെ ഒന്ന് സഹായിച്ചു. ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തെത്തി. പിന്നെ അപ്പോഴേക്കും നമ്മുടെ റൂമിൽ ഇവരെല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്നെ കാണുന്നില്ല, കാരണം ഓൾറെഡി ഇരുട്ടായി തുടങ്ങിയിട്ടു എന്നെ കാണുന്നില്ല. അങ്ങനെ അവിടെ പോയി താമസിച്ച് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ബൈരാഗഡ് എന്ന് പറയും, ചെമ്പ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ബൈരാഗഡ്. ബൈരാഗഡ് നിന്നാണ് നമ്മൾ സച്ച് പാസിലേക്ക് പോകുന്നത്. പിറ്റേന്ന് സച്ച് പാസ് പോകുന്ന വഴിക്ക് ഒരു 5-8 കിലോമീറ്റർ, 8 കിലോമീറ്റർ തികച്ചൊന്നും അറിയില്ല. നമ്മുടെ കൂട്ടത്തിലായിട്ട് അർജുൻ രാജസ്ഥാനിൽ വെച്ച് നമ്മളതിൻ്റെ വണ്ടി അർജുൻ അവൻ്റെ വണ്ടീൻ്റെ ക്ലച്ച് പൊട്ടി അവൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമുള്ള കാര്യം. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവൻ ഒരു സച്ച് പാസ്. പക്ഷെ ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അങ്ങനെ മുന്നോട്ട് പോയി. ഭയങ്കര പേടിയായിരുന്നു എനിക്ക് സച്ച് പാസ് കയറുമ്പോൾ. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കോൺഫിഡൻസ്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ സ്നോഫോളും അവിടെ വെച്ചിട്ട് കാണും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സച്ച് പാസ്. കാരണം പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ ഇതിന് മുന്നേ ഉണ്ടായ പല ആക്സിഡൻറ്റിൽ തകർന്ന പല വണ്ടികളും നമുക്ക് സൈഡിൽ കൊക്കയിൽ കാണാൻ പറ്റും. ഒരുപടിച്ചും മറ്റും അല്ലാണ്ട്. പിന്നെ അവിടെ മരിച്ചുപോയ ആൾക്കാരുടെ ഫാമിലീസ് വന്നിട്ട് പൂജ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ. അവരുടെ ആത്മാവ് അവിടെ തന്നെ തങ്ങി നിൽക്കുന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അങ്ങനെ പൂജക്കായിട്ട് അവർ വരും. അപ്പോൾ അതിന് കല്ല് കൂട്ടി വെച്ച് ഫോട്ടോ ഒക്കെ വെക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊന്നും പോകണ്ടായിരുന്നു. നമ്മളെന്താ പറയുക, ഓൾറെഡി ടെൻഷനും പേടിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്താ പറയുക, കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഏതായാലും അടിച്ചാണ്ട് സഹായം കൊണ്ട് ആ ഒരു 70 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു ദിവസം മൊത്തം എടുത്തു അത് കംപ്ലീറ്റ് 70 കിലോമീറ്റർ. സാധാരണ നമ്മൾ 600 കിലോമീറ്റർ ചില ദിവസങ്ങളിൽ യാത്ര ചെയ്തു. ഉടനെ നമ്മൾ 70 ദിവസം എടുക്കുന്നത്. അതിരാവിലെ തുടങ്ങി 8 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. രാത്രി വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ സച്ച് പാസ് വെച്ചിട്ടാണ് എൻ്റെ സെക്കൻഡ് ആക്സിഡൻറ്റ്. രക്ഷപ്പെട്ട് വളരെ ചെറിയ വ്യത്യാസത്തിലാണ് ഞാൻ വീഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. അവിടെയും എന്നെ സഹായിച്ചത് അവിടുത്തെ നാട്ടുകാരാണ്. ഞാൻ ഇന്ന് കടന്ന് ഞാൻ ബൈക്കിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് സൈഡിൽ ഇരുന്ന് എൻ്റെ കാല് ചെറിയൊരു പരിക്കൊക്കെ പറ്റി. കാരണം ബൈക്ക് വീണുന്ന എൻ്റെ കാലിന് കൊള്ളാം, ഞാൻ വീണുന്നൊരു കാര്യം. പക്ഷേ ഏതായാലും രക്ഷപ്പെട്ടു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് പോകുന്ന ഇതിനെക്കാട്ടും ഡേഞ്ചറായ കില്ലാർ റൂട്ടിലേക്കാണ്. കില്ലാർ നമ്മളെ ഉദ്ദേശം നമ്മൾ കെയ്ലോങ്ങിലേക്കാണ് പോകുന്നത്. ഭയങ്കര ഡേഞ്ചറായിരുന്നു കാര്യം. മറ്റേത് കയറ്റവർക്കും അത് വേറെ തന്നെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇതങ്ങനെ കുറേയൊക്കെ സ്ട്രെയിറ്റ് ആണ്. പക്ഷെ കുന്ന് തുറന്നിട്ടാണ് റൂട്ടിൽ. മാത്രമല്ല വളരെ വലിയ കല്ലുകളും ചെറിയ കല്ലുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെള്ളച്ചാട്ടം ഒരുപാടുണ്ട്, റിവർ ക്രൂസ് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് വെച്ചാൽ ഭയങ്കര ഫോഴ്സിലായിരുന്നു വെള്ളമൊക്കെ വരുന്നുണ്ട്. മറ്റതുപോലെയല്ല, ഇത് ഭയങ്കര ഫോഴ്സിലായിരുന്നു വെള്ളം. ഭയങ്കര തണുത്ത വെള്ളം, ഭയങ്കര തണുത്ത കാറ്റ്. പിന്നെ എവിടെയും കടകളില്ല, എൻ്റെ കയ്യിൽ വെള്ളമില്ല. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അങ്ങനെ അന്ന് കൈലാം കുടിച്ച് ദിവസങ്ങൾക്ക് ശേഷം കൈലാം എത്തിയപ്പോഴാണ് നമ്മൾ താറട്ട റൂട്ടന്നെ വന്നത്. അങ്ങനെ അവിടെ പെട്രോൾ അടിച്ച് വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ അവിടെ പെട്രോൾ അടിച്ച് അവിടെ താമസിച്ച് പിറ്റേന്ന് നമ്മുടെ അർജുൻ അവിടെ നമ്മളെ ജോയിൻ ചെയ്തു. സച്ച് പാസ് കയറും മുന്നേ ക്ലച്ച് തകർന്ന് തിരിച്ചു പോയ അർജുൻ വേറെ വഴിയിൽ ഇവിടെ വന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് മണാലിയിൽ നിന്ന് 9 ക്ലാസ് അവിടെ നമ്മൾ ജോയിൻ ചെയ്തു.
ലേ ലഡാക്കിലേക്ക് പോകുന്ന ദിവസം യാത്ര തുടങ്ങി. ഫസ്റ്റ് ദർച്ചൂട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുകളിലോട്ട് കയറി. അപ്പോഴേക്കും അന്ന് വളരെ പുലർച്ചെ ഇറങ്ങിയത്. മഴയും മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് എനിക്ക് നെഞ്ചുവേദന, തലകറക്കൊക്കെ ആയി തുടങ്ങി. എടുത്തു കണ്ട ധാബയിൽ നിർത്തി. മൂക്കുന്ന് ബ്ലീഡിങ് വന്ന്, അതായത് ഛർദി കഴിഞ്ഞ് തലവേദന, തലകറക്കം, പിന്നെ മൂക്കുന്ന് ബ്ലീഡിങ് എന്ന് വെച്ചാൽ അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോഴേക്കും ഒരു മൈഗ്രൻ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടുത്തെ പല ലോക്കൽസും മറ്റും സഹായിച്ചിട്ട് ഞാൻ മണാലി എത്തി. മണാലി വെച്ചാൽ ചെറിയ മെഡിക്കേഷനൊക്കെ തന്നിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബൈക്ക് തന്നെ ഞാൻ എടുത്തത്. ഞാൻ മണാലി എത്തി. പക്ഷെ മണാലി റോത്തങ് പാസ് വഴി, അതും റോത്തങ് പാസും ഇന്ത്യയിലെ വൺ ഓഫ് ദി ഡേഞ്ചറസ് റൂട്ട് തന്നെയാണ്. ഞാൻ പോകുന്ന സമയം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ നല്ല കാറ്റായിരുന്നു. വണ്ടി അത് ആ റോഡിൽ ഓടി ശീലില്ലാത്ത ഒരാൾക്ക് അവിടെ വണ്ടി ഓടിക്കാൻ വെച്ച പ്രയാസമായിരുന്നു അന്ന്. എന്താ പറയുക, നല്ല തണുത്ത കാറ്റ്, പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. അങ്ങനെ റോത്തങ് പാസും കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് റോത്തങ് പാസും കഴിഞ്ഞ് മണാലി എത്തി. അവിടെ വെച്ച് അടുത്ത പ്രശ്നം ഫുഡ് പോയ്സൺ. വീണ്ടും നടന്ന് 2 ദിവസം ഹോസ്പിറ്റലിൽ. അവിടെയും അവിടുത്തെ എനിക്ക് അതുവരെ ഒരു പരിചയമില്ലാത്ത ഏതോ മലയാളി പിള്ളേരൊക്കെ വന്നിട്ടാണ് എന്നെ സഹായിച്ചത്. ലോക്കലായ അവിടെ വർക്ക് ചെയ്യുന്ന മലയാളി പിള്ളേർ വന്ന് എന്നെ സഹായിച്ച്. 4 ദിവസം കഴിഞ്ഞ് നമ്മുടെ ടീം നടത്തി. ഞാൻ അവരെ ജോയിൻ ചെയ്തു. നേരം നേപ്പാൾ വിട്ടു. നേപ്പാൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നേപ്പാൾ നമ്മൾ അതുവരെ എൻ്റെ മനസ്സിൽ നേപ്പാൾ എന്ന് പറയുമ്പോൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, തീരെ വൃത്തി ഉണ്ടാവില്ല, ആൾക്കാർ കൊള്ളക്കാർ, ഇങ്ങനത്തെ സ്വഭാവമായിരിക്കും. ഇത് ഭയങ്കര നെഗറ്റീവായ സംഭവം എൻ്റെ മനസ്സിലായിരുന്നു. കാരണം ഗൾഫിലൊക്കെ കാണുന്ന നേപ്പാളികളെ നമുക്ക് അറിയാൻ എങ്ങനെ ഉണ്ടാവും. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാം മാറി. പക്ഷേ നല്ല റോഡ്, നല്ല ക്ലൈമറ്റ്, നല്ല ക്ലീന്, ആളുകളൊക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ്. നമ്മൾ മിക്കവാറും ഏത് ഹോട്ടലിലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏറ്റവും ഡെവലപ്ഡ് സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ പോലും ഇതുപോലെ ഫീച്ചർ കിട്ടുമെന്ന്. കാരണം അവിടുത്തെ സാധാരണ റോഡ് സൈഡിൽ ഏത് റെസ്റ്റോറൻറ്റ് നിർത്തിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും. അതാണ് അവിടുത്തെ പ്രത്യേകത. അങ്ങനെ നേപ്പാളും കഴിഞ്ഞ് പിന്നീട് പോകുന്നത് ഭൂട്ടാനിലേക്കാണ്. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മൾ സിക്കിം പോയി. പക്ഷേ സിക്കിമിൽ നമുക്ക് ഹെവി ഫോഗ് കാരണം, ഹെവി സ്നോ കാരണം നമുക്ക് സിക്കിം മുന്നോട്ട് പോകാനുള്ള പെർമിഷൻ കിട്ടില്ല. തിരിച്ചിറങ്ങി. അങ്ങനെയാണ് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ ഒരു ടീം മെമ്പർ മിസ്റ്റർ വിശാഖേട്ടൻ, അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ആയി. നല്ല റോഡായിരുന്നു. വെസ്റ്റ് ബംഗാൾ വെച്ചിട്ട് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു, മഴയുണ്ടായിരുന്നു, പിന്നെ ട്രാഫിക് വളരെ കുറവായിരുന്നു. ഒരു മുന്നുണ്ടായ വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ആ വണ്ടിയെ പോയി ഇടിച്ച് ഇത് വീഴായിരുന്നു. ഞാൻ തൊട്ട് ബാക്കിൽ വെച്ചാൽ ഒരു 10 മീറ്റർ 15 മീറ്റർ ഡിഫറൻസ് ഞാനുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട്. നല്ല ഇരുട്ടാണ്. പണ്ട് വീണ് കിടക്കേണ്ട ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ വീണ്ടും എണീച്ച് ബൈക്കിൽ കയറി. അപ്പോഴും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ റൂമെത്തി കുളിച്ച് ഫുഡെല്ലാം കഴിച്ച് പിറ്റേന്ന് രാവിലെ മൂപ്പർക്ക് ഭയങ്കര വേദന. നമ്മൾ ഒരുവിധം ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയ, നമ്മളെ സഞ്ചാരി ട്രാവൽ ഫോറം, അതേപോലെ തന്നെ നമ്മളുടെ GNPസിലൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ തന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ ബുക്ക് ചെയ്ത് ഉപ്പറ നാട്ടിലേക്ക് കയറ്റി വിട്ട് ഉപ്പറ ബൈക്ക് നമ്മൾ കാർഗോയിൽ വിട്ടു, ട്രെയിനിൽ തന്നെ. പിന്നെ നമ്മൾ 2 പേരാണ്, ഞാനും ഇതും മാത്രമായി. നമ്മൾ നേരെ കോർണേഷൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നേരെ ഭൂട്ടാനിലേക്ക് പിടിച്ചു. ജയ്ഗോം ബോർഡർ നിന്നാണ് ഭൂട്ടാൻ കയറുന്നത്. പിങ്ഷോലിംഗ് അന്ന് അവിടെ താമസിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ ഭൂട്ടാനിലെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മളൊരു കാര്യം അറിഞ്ഞു. ഭൂട്ടാനിൽ ഈയിടെയായിട്ട് അവിടുത്തെ കസ്റ്റംസ് ഇമിഗ്രേഷൻ നിയമങ്ങളിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ആ ഒരു ടൈമിൽ പൊട്ടിപ്പോയി. പക്ഷെ എന്തായാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഭൂട്ടാനെ നമ്മൾ കംപ്ലീറ്റ്. അവിടെ വെച്ച് നമ്മളുടെ കിച്ചൻ ടു കാശ്മീർ എന്നിട്ട് അവരുടെ അമ്മയും മോനെയും ഇത് പരിചയപ്പെട്ടു. സുബ്രു എന്നാണ് അവൻ്റെ പേര്. അവനും അവൻ്റെ അമ്മയും വളരെ നല്ലൊരു പോസിറ്റീവായ 2 വ്യക്തികളാണ്. അമ്മയുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് മകൻ എന്താ പറയുക ബൈക്ക് എടുത്ത് അമ്മയെ ഇന്ത്യ മൊത്തം ബൈക്കിൽ കറക്കിയ ഒരു കഥയാണ് അവർക്ക്. വളരെ പോസിറ്റീവ്. അവരെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ താഴെ ഇടാം. നമ്മളും കൂടിയിട്ട് ഏതാണ്ട് 3 ദിവസത്തോളം ഒന്നിച്ചായിരുന്നു ഫുള്ളും. എല്ലാം കഴിഞ്ഞ്
നമ്മൾ പിരിഞ്ഞു, നേരെ പോയി വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. ആ പോയ വഴിയിലാണ് നമ്മൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില കാഴ്ചകൾ, ചില അനുഭവങ്ങളൊക്കെ കിട്ടിയത്. അന്ന് വെസ്റ്റ് ബംഗാൾ നമ്മൾ NH വഴി തെറ്റിയാൽ NH എന്തോ സീരിയസ് ആയിട്ട് എന്തോ വർക്കും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെന്ത് ചെയ്ത് SH കയറി, സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറി. പോയത് നല്ല ഒന്നാം തരം ഗ്രാമവഴി, പക്ക ഗ്രാമവഴി. ഫസ്റ്റ് ഒരു അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ലോക്കൽസ് നമ്മളെ വഴി തടഞ്ഞു നിർത്തി കാശ് ചോദിക്കുന്ന സിറ്റുവേഷൻ. ഞാൻ വിചാരിച്ചു 2000, 3000 അല്ലെങ്കിൽ 10, 16 ചോദിക്കുന്നു. പക്ഷെ അവന്മാർ ആകെ ചോദിച്ച് 200 രൂപയാണ്. നമ്മളത് കൊടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒഡീഷ എല്ലാം കഴിഞ്ഞ് ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിലെ മികച്ച റോഡ്സ് എന്ന് പറയണം. കാരണം ഏറ്റവും മികച്ച ഹൈവേസ്, അടിപൊളി സ്ഥലമാണ് ആന്ധ്രാപ്രദേശ്. ലാൻഡ്സ്കേപ്പ് ഒക്കെ പോകാത്തവർ പോകണം ആന്ധ്രാപ്രദേശ്. അവിടുന്ന് നേരെ തമിഴ്നാട് കന്യാകുമാരിയൊക്കെ കണ്ടു നേരെ കേരളത്തിലേക്ക് വന്ന് ഒരാഴ്ച കേരളം മൊത്തം കറങ്ങി നടന്ന് വീട്ടിൽ കയറി. ഇങ്ങനെ ആ യാത്ര അവിടെ അവസാനിച്ചു. ഒരുപാട് കഥകൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് അറിവുകൾ, ഒരുപാട് സുഹൃത്തുക്കളൊക്കെ എനിക്ക് സമ്മാനിച്ചൊരു യാത്രയായിരുന്നു അത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ജീവിതത്തിലെന്നും നേട്ടങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു യാത്ര. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഖത്തർക്ക് തിരിച്ചു വന്നു. താൽക്കാലികമാണെങ്കിലും കുറച്ച് മാസങ്ങൾക്ക്, ഒരു 3 മാസത്തോളം ഫിഫയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ക്ലബ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു ജോലി. അതായത് ഇവിടുത്തെ ഫിഫയുടെ ഹെഡ് ഓഫീസായിരുന്നു. അതിൻ്റെ അകത്ത് അങ്ങനെ ആർക്കും പ്രവേശനമില്ലാത്തൊരു സംഭവമാണ്. അവിടെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഓർഗനൈസേഴ്സുമായിട്ട്, അതായത് എന്താ പറയുക, സൂറിച്ചിൽ വന്ന സ്റ്റാഫ് അവരുമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് അവരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റിയത് വലിയൊരു ഓപ്പർച്യൂണിറ്റി. ഈ ടൈമിൽ എനിക്ക് എന്താ പറയുക, ഫ്ലെമിംഗോ, അതേപോലെ ലിവർപൂൾ, ഇവരുടെയൊക്കെ മെയിൻ കളിക്കാർ, ഇവരെ കോച്ച്, ഇവരെ ടീം ഒഫീഷ്യൽസ്, ഇവരെ ടീം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇവരെ ഒരു ടീം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ടൂർണമെൻറ്റിനോ മറ്റോ കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റി. ഒരിക്കലും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ശരിക്കും ഭയങ്കര അത്ഭുതമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഒരു വർഷം അവിടെ കഴിഞ്ഞ് 2019, അങ്ങനെ 2020 നമ്മൾ കിടക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് എൻ്റെ യാത്രയെ ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയുക, മീഡിയയിലും മറ്റും മുഖം കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. TV ഒരു വട്ടം വന്നു. അതിൽ ഏതാണ്ട് 7 മിനിറ്റോളം എൻ്റെ ഒരു സ്റ്റോറി തന്നെയായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ ഒരു ലോക്കൽ റേഡിയോ സ്റ്റേഷൻ അവർ എൻ്റെ സ്റ്റോറി അവരുടെ ഒരു മോർണിംഗ് ഷോയിൽ അവർ പങ്കുവച്ചു. പിന്നീട് തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു റേഡിയോ സ്റ്റേഷൻ അവരുടെ ഒരു റേഡിയോ ട്രാവൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് വീക്കെൻഡ് പരിപാടിയാണ്. അപ്പോൾ ആ വീക്കിൽ ഞാനായിരുന്നു ഗസ്റ്റ്. എൻ്റെ സ്റ്റോറി മാത്രമായിരുന്നു അതിൽ മൊത്തം 1 മണിക്കൂർ മൊത്തം എൻ്റെ ഒരു സ്റ്റോറി മാത്രമായിരുന്നു. അപ്പോൾ ഒരു റേഡിയോ ചാനലിൽ അവരും അവരുടെ ഒരു പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമിൻ്റെ മൊത്തം എപ്പിസോഡും നമുക്ക് വേണ്ടി മാറ്റി വെക്കാമെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ എളുപ്പത്തിൽ ആരും കിട്ടാത്തൊരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, എന്താ പറയുക, ഒരു ഭാഗ്യമാണത്. അതിന് ശേഷം നമ്മളെ കൊറോണ വന്ന സമയത്ത് നമ്മൾ ഖത്തർ റെഡ് ക്രസൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് വോളണ്ടിയർ ചെയ്യാൻ തീരുമാനിച്ചു. ഖത്തറിലെ മെക്കാനിക്സ് ക്യാമ്പിൽ റെഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കീഴിൽ വരുന്നതാണ്. അതിൻ്റെ ഖത്തറിൽ റെഡ് ക്രോസ് എന്നറിയപ്പെടുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബേസിക്കലി എല്ലാം സെയിം ആണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അഥവാ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. പ്രളയം വന്ന സമയത്ത് ഈ ടീമിൽ പലരും കേരളത്തിൽ വന്ന് എന്താ പറയുക, രക്ഷാപ്രവർത്തനം, അതേപോലെ റിലീഫ് ക്യാമ്പ്സും കാര്യങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് ഇൻഫോർമേഷൻ, ഒരുപാട് അറിവ് കിട്ടി, ഒരുപാട് എക്സ്പീരിയൻസ്. ഒരിക്കലും അങ്ങനെ എളുപ്പത്തിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കൊറോണേൻ്റെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ ഫ്രണ്ട് ലൈനിൽ തന്നെയായിരുന്നു. നമ്മൾ പോസിറ്റീവ് പേഷ്യൻസ് ഒക്കെ ആയിരുന്നു. അവിടെ ഒരു ക്യാമ്പിൻ്റെ ഇൻചാർജ് ആയിരുന്നു ഞാൻ. ഒരുപാട് ചാലഞ്ചിങ് ആയിരുന്നു അത്, പക്ഷെ എന്നാലും വളരെ എൻജോയിങ് ആയിരുന്നു. തുടക്കത്തിലുള്ള പേടിയും കാര്യമൊന്നും പിന്നീട് ശരിക്കും പറഞ്ഞാൽ അധികം
ദിവസങ്ങൾ മുന്നോട്ട് പോയനുസരിച്ച് ആ പേടിയും കാര്യങ്ങളൊക്കെ മാറി. എന്താ പറയുക, വളരെ പോസിറ്റീവായിരുന്നു. തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞ ജസ്റ്റ് 2 വീക്സ് അവിടെ നിന്നാൽ മതി, അതിനുശേഷം 2 വീക്സ് ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. പക്ഷേ നമ്മൾ 2 വീക്സ് ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാണ്. 30 ഡേയ്സ് വരെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. 30 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഏതാണ്ട് 3 മാസത്തോളം നടന്ന്, 3 മാസം കഴിഞ്ഞപ്പോൾ അവർ കഴിഞ്ഞ് ക്യാമ്പ് കൂട്ടാനുള്ള ടൈമായി. അതായത് കോവിഡ് പോസിറ്റീവ് കേസുകൾ ഈ രാജ്യത്ത് കുറഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ ഒരു ക്യാമ്പുകൾ ഓരോന്നായിട്ട്, ക്വാറന്റൈൻ സെൻറ്റർ ഓരോന്നായിട്ട് ക്ലോസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് അന്ന് തന്നെ എനിക്ക് എന്താ പറയുക, വീണ്ടും ഒരു കോൾ വന്നു. പ്രാവശ്യം ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു പ്രോജക്റ്റ് ആയിരുന്നു, ഒരു മിഷനായിരുന്നു. അതായത് പേഷ്യൻസിൻ്റെ VIP പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ എനിക്ക് 2 ദിവസം കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പേഴ്സണൽ കാര്യങ്ങൾ കാരണം ഞാൻ അത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, അത് ഒഴിവായി. അങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തെ റേഡിയോയിൽ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി പ്രാവശ്യം വന്നതും അതേപോലെ ഒരു മോർണിംഗ് ഷോ ആണ്. അത് ആ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ്ലി ഞാനായിരുന്നു ഗസ്റ്റായിട്ട്. എൻ്റെ സ്റ്റോറീസ്, അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളും എനിക്ക് നാട്ടുകാരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നു. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. അത് മറ്റൊരു റേഡിയോ സ്റ്റേഷനാണ് എയർ ചെയ്തത്. അത് ഈ ഒരു ടൈമിൽ തന്നെ ന്യൂസ് പേപ്പറിലും മാഗസീനിലും ഒരു 5-6 വട്ടം വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിൽ മെയിനായിട്ട് വന്നത് ഏതാണ്ട് ഒരാഴ്ച മുന്നേ എനിക്കൊരു കോൾ വന്നു. ന്യൂസ് പേപ്പറിൽ നിന്നായിരുന്നു, ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് ഡെയിലിയാണ്. ഒരു മിസ്റ്റർ സന്തോഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ വിളിച്ചത്. അദ്ദേഹം അവിടുത്തെ റിപ്പോർട്ടറാണ്. അത് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അടുത്ത ദിവസം വിളിച്ചു. അതിനുശേഷം ഇൻ്റർവ്യൂവിലും കൊടുത്ത ആൾ പറഞ്ഞു 2 ദിവസം കൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നു. പക്ഷെ ഇത് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് സംഭവമില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിപ്പോൾ വ്യർത്ഥമുണ്ടാവില്ല, അത് ക്യാൻസലായി പോയിക്കണ്ടോ വിചാരിച്ചു. പക്ഷെ കൃത്യം എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഇവർ പബ്ലിഷ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ അന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു. അതായത് അവരെ വെബ് പേജിലുണ്ടായ സ്റ്റോറിയാണ് അവരയച്ചത്. അത് ന്യൂസ് പേപ്പറിലും പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഒന്നും നോക്കില്ല, പെട്ടെന്ന് തന്നെ ന്യൂസ് പേപ്പറൊക്കെ വാങ്ങി. ഇവിടുത്തെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് ഡെയിലിയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾക്കൊരു സ്റ്റോറി വരാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇത് ഇക്കാലം കേരളത്തിലെ മലയാളികൾക്കിടയിലാണെങ്കിൽ ഇതിപ്പം വലിയൊരു ലാർജർ കമ്മ്യൂണിറ്റിയിലേക്കാണ്. ഇത് ഒരു റെപ്രസെൻറ്റ് പോലത്തെ ഒരു സംഘടന പ്രസൻറ്റ് ചെയ്ത് പറയാൻ പറ്റുക പറയുമ്പോൾ അത് വളരെ എന്താ പറയുക, ഒരു പോസിറ്റീവായ കാര്യം, വളരെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും നമ്മളുടെ ഗോൾ എന്തായാലും അതെത്ര ചെറിയ കാര്യമായിക്കോട്ടെ, അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം അതിപ്പോൾ ഒരു ചായ വെക്കലാണെങ്കിൽ പോലും ആ ഒരു കാര്യത്തിലേക്ക് കംപ്ലീറ്റ് എന്താ പറയുക, ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ എങ്കിലും ഉറപ്പായിട്ടും നമ്മൾക്ക് അത് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവരും